ഗ്രാഫിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. എ ട്രീ വിത്ത് n vertices ഹാസ് എക്സാക്ട്ലി n-1 എഡ്ജസ്. അതിൻ്റെ പ്രൂഫ് പഠിക്കണം. പിന്നെ എല്ലാ യു വി വോക്കും യു വി പാത്താണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് വരുന്നത് ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം അല്ലേ. പിന്നെ എല്ലാ കെ റെഗുലർ ബൈപാർട്ടേറ്റ് ഗ്രാഫിനും ഹാസ് എ പെർഫെക്റ്റ് മാച്ചിങ്. പിന്നെ എന്തുവാ ഡെഫിനിഷൻസ് എല്ലാം പഠിക്കണം. ഗ്രാഫ്, കട്ട് വെർട്ടെക്സ്, പാത്ത്, വോക്ക്, ഓയിലർ ഗ്രാഫ്, ഹാമിൽട്ടോണിയൻ ഗ്രാഫ്, ട്രീ, അങ്ങനെ ഇഷ്ടംപോലെ ഡെഫിനിഷൻസ് അല്ലേ, അതെല്ലാം നോക്കണേ. പിന്നെ ഒരു ഗ്രാഫിൻ്റെ ക്ലോഷർ എന്ന് വെച്ചാൽ എന്താണ്, ഗ്രാഫിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ ഈ മാരേജ് പ്രോബ്ലം, ഹോൾസ് മാരേജ് പ്രോബ്ലം അത് പഠിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അത്. പിന്നെ കംപ്ലീറ്റ് ക്ലോഷർ കെ എൻ ഓയിലേറിയൻ ആകുന്ന ഏതൊക്കെ എൻ ആണ്. പിന്നെ വി ഒരു കട്ട് വെർട്ടെക്സ് ഓഫ് എ ട്രീ ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1, അതിൻ്റെ പ്രൂഫ് പഠിക്കണേ. പിന്നെ വരുന്നത് എന്തുവാ, സെൽഫ് കോംപ്ലിമെൻ്ററി ഗ്രാഫ് എന്താ, ട്രീ എന്താ, പിന്നെ 5 വെർട്ടെക്സ് വരുന്ന നോൺ ഐസോമോർഫിക് ട്രീസ് വരയ്ക്കാൻ ചോദിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ജി ഈസ് നോട്ട് കണക്റ്റഡ് ദെൻ ജി കോംപ്ലിമെൻ്റ് ഈസ് കണക്റ്റഡ്, അത് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. പിന്നെന്തുവാ, അഡ്ജസൻസി മെട്രിക്സ്, സ്പാനിങ് സബ് ട്രീ, വെർട്ടെക്സ് കണക്ടിവിറ്റി, മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്, പെർഫെക്റ്റ് മാച്ചിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അത് ഓളറൻ എന്നല്ല, ഓയിലേറിയൻ ഗ്രാഫും ഹാമിൽട്ടോണിയൻ ഗ്രാഫും എന്ന് വായിക്കണം. അപ്പോൾ ഓയിലേറിയൻ ഗ്രാഫ് എന്ന് വെച്ചാൽ ഗ്രാഫിനകത്തൊരു ഓയിലർ ടൂർ ഉണ്ടെങ്കിൽ ആ ഗ്രാഫിനെയാണ് ഓയിലേറിയൻ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഇനി ഓയിലർ ടൂർ എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഓയിലർ ട്രെയിലാണ് ഓയിലർ ടൂർ. ഇനി ഓയിലർ ട്രെയിൽ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ട്രെയിലിനകത്തെ എഡ്ജസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ എല്ലാ എഡ്ജസും ഉണ്ടെങ്കിൽ അതിനെയാണ് ഓയിലർ ട്രെയിൽ എന്ന് വിളിക്കുന്നത്. ഒരു ട്രെയിലിനകത്ത് എല്ലാ എഡ്ജസും ഉണ്ടെങ്കിൽ അതാണ് ഓയിലർ ട്രെയിൽ. ഇനി ട്രെയിൽ എന്ന് വെച്ചാൽ എന്താ, അതൊരു വോക്കാണ്, അതിനകത്ത് എഡ്ജസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഇപ്പം എന്താ, ഓയിലേറിയൻ ഗ്രാഫ് എന്ന് വെച്ചാൽ ഗ്രാഫിനകത്ത് ഓയിലർ ടൂർ വേണം. ഓയിലർ ടൂർ എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഓയിലർ ട്രെയിലാണ്. ഓയിലർ ട്രെയിൽ എന്ന് വെച്ചാൽ ട്രെയിലിനകത്ത് എല്ലാ എഡ്ജസും വേണം. ട്രെയിൽ എന്ന് വെച്ചാൽ എഡ്ജസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഇനി ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് വെച്ചാൽ അതിനകത്തൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ വേണം. ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു സൈക്കിളിനകത്ത് എല്ലാ വെർട്ടെക്സും വേണം. ഇനി സൈക്കിൾ എന്ന് വെച്ചാൽ എന്താ, ക്ലോസ്ഡ് പാത്താണ് സൈക്കിൾ. അപ്പോൾ ഓയിലേറിയൻ ഗ്രാഫും ഹാമിൽട്ടോണിയൻ ഗ്രാഫും മനസ്സിലായോ? പിന്നകത്ത് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ പഠിക്കണേ. ജി എന്ന് പറയുന്നത് ജി ഓഫ് വി എന്ന് ഡിനോട്ട് ചെയ്യും, കൺസിസ്റ്റ് ഓഫ് 2 ഫൈനൈറ്റ് സെറ്റ്. വി എന്ന് പറയുന്നത് വെർട്ടെക്സ് സെറ്റ് ആണ്, അത് നോൺ എം ടി സെറ്റ് ആയിരിക്കും. ഇ എന്ന് പറയുന്ന എഡ്ജ് സെറ്റ് ആയിരിക്കും, അത് വേണമെങ്കിൽ എം ടി ആകാം, വേണമെങ്കിൽ നോൺ എം ടി ആകാം. ഇനി കുറേ ഡെഫിനിഷൻസ് വരുന്നുണ്ട്. ഇഫ് 2 or more edges of G have same n vertices, then the edges are called parallel edges. An edge having same n vertices is called loop. A graph is called simple if it has no loops and parallel edges. A vertex of G which is not an end of any edge is called isolated vertex. 2 vertices which are joined by an edge are called adjacent or neighbor. ഇനി ഗ്രാഫ് ഐസോമോർഫിസം എന്ന് വെച്ചാൽ എന്താണ്, G1 ഈക്വൽ V1 E1ഉം
G2 ഈക്വൽ V2 E2 രണ്ട് ഗ്രാഫ്സ് ആണ്. അത് തമ്മിൽ ഐസോമോർഫിക് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ദർ ഈസ് എ 1-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ വെർട്ടെക്സ് സെറ്റ് V1 ആൻഡ് V2 ആൻഡ് 1-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ എഡ്ജ് സെറ്റ് E1 ആൻഡ് E2 സച്ച് ദാറ്റ് if small e1 is an edge with end vertices u1 and v1 in G1, then the corresponding edge small e2 in G2 has its endpoints as vertices u2 v2 in G2. അതിനെയാണ് ഗ്രാഫ് ഐസോമോർഫിസം എന്ന് പറയുന്നത്. പിന്നെന്തുവാ? അപ്പം രണ്ട് ഗ്രാഫ് ഐസോമോർഫിക് ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും രണ്ടിനും സെയിം നമ്പർ ഓഫ് വെർട്ടീസസ് ആയിരിക്കും, സെയിം നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും, ഈക്വൽ നമ്പർ ഓഫ് വെർട്ടീസസ് വിത്ത് ഗിവൺ ഡിഗ്രി ആയിരിക്കും. ഇനി ഡിഗ്രി എന്ന് വെച്ചാൽ എന്തുവാ? ഒരു വെർട്ടക്സിൻ്റെ ഡിഗ്രി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡൻറ്റ് ഓൺ എ വെർട്ടക്സ് വി വിത്ത് ലൂപ്പ് കൗണ്ടഡ് ട്വൈസ് ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് ദ വെർട്ടക്സ്. സ്മോൾ ഡി ഓഫ് വി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി എ ഗ്രാഫ് വിത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടീസസ് ആസ് വെൽ ആസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസ് ഈസ് കോൾഡ് ഫൈനൈറ്റ് ഗ്രാഫ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഗ്രാഫ് എന്ന് വിളിക്കും. ഇനി രണ്ട് ഫിഗർ തന്നിട്ട് ഐസോമോർഫിക് ആണോ എന്നൊക്കെ നോക്കുക. അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ആദ്യം അതിൻ്റെ വെർട്ടക്സിൻ്റെ നമ്പർ സെയിം ആണോ നോക്കുക. ആണെങ്കിൽ എഡ്ജസിൻ്റെ എണ്ണം നോക്കുക, സെയിം ആണോ നോക്കുക. പിന്നെ ഓരോ വെർട്ടക്സിൻ്റെയും ഡിഗ്രീസ് നോക്കുക. അപ്പം 2 ഡിഗ്രി വരുന്ന ഒരു ഗ്രാഫിലും അപ്പുറത്തെ ഗ്രാഫിലും 2 ഡിഗ്രി ഉണ്ട്. ഒരു ഗ്രാഫിനകത്ത് 3 ഡിഗ്രി വരുന്ന ഒരെണ്ണവും മറ്റേതിനകത്ത് 3 ഡിഗ്രി വരുന്ന രണ്ടെണ്ണം ആണെങ്കിൽ അത് പറ്റത്തില്ല. പിന്നെ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് വെച്ചാൽ എന്തോ? എ കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് എ സിമ്പിൾ ഗ്രാഫ് ഇൻ വിച്ച് ഈച്ച് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടീസസ് ഈസ് ജോയിൻഡ് ബൈ ആൻ എഡ്ജ്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് KN എന്നാണ്. അതിനകത്ത് NC2 ഈക്വൽ N ഇൻറ്റു N-1/2 എഡ്ജസ് ഉണ്ട്. ഇനി ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ G ഒരു ഗ്രാഫാണ്, ക്യാപിറ്റൽ V അതിൻ്റെ വെർട്ടക്സ് സെറ്റാണ്. അതിനെ പാർട്ടീഷൻ ചെയ്ത് രണ്ട് നോൺ എംപ്റ്റി ഡിസ്ജോയിൻറ്റ് സബ്സെറ്റ് ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈ എന്ന് എഴുതാൻ സാധിക്കും. എങ്ങനെ? എക്സ് യൂണിയൻ വൈ എന്ന് പറയുന്നത് V ആയിരിക്കും, എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് ഫൈ ആയിരിക്കും. ഇൻ വിച്ച് എക്സിനകത്തെ ഒരു വെർട്ടക്സ് എന്ന് വെച്ചാൽ ഏതൊരു എഡ്ജ് എടുത്താലും ഒരു എൻഡ് എക്സിലും ഒരു എൻഡ് വൈയിലും ആയിരിക്കും. അതിനെയാണ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് എന്ന് വെച്ചാൽ എന്താ? ബൈപാർട്ടേറ്റിനകത്തെ എല്ലാ വെർട്ടക്സ് ഇൻ എക്സ് ഈസ് ജോയിൻഡ് ടു എവരി വെർട്ടക്സ് ഇൻ വൈ. ഇനി എക്സിന് M വെർട്ടക്സും വൈക്ക് N വെർട്ടക്സും ആണെങ്കിൽ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫിനെ KMN എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി K1Nനെയാണ് സ്റ്റാർ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഇനി കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് കംപ്ലീറ്റ് ഗ്രാഫ് ആകണമെന്നില്ല. ദ ഓൺലി കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഈസ് K2. ഇനി ഫസ്റ്റ് തിയറം ഓഫ് ഗ്രാഫ് തിയറി എന്തുവാ? സം ഓഫ് ഡിഗ്രീസ് എന്ന് പറയുന്നത് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും. എന്നുവെച്ചാൽ എന്തോ? ഫോർ എനി ഗ്രാഫ് G വിത്ത് E എഡ്ജസ് ആൻഡ് N വെർട്ടീസസ് then സിഗ്മ K ഈക്വൽ 1 to N D of VK ഈക്വൽ 2E. അതിൻ്റെ പ്രൂഫ് സിമ്പിളാണ്, അത് പഠിക്കണം. അതിൻ്റെ കൊറോളറി ഉണ്ട്, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊരു ഗ്രാഫ് എടുത്താലും ദർ ഈസ് ആൻ ഈവൻ നമ്പർ ഓഫ് ഓഡ് വെർട്ടീസസ് ആയിരിക്കും. അത് നമ്മൾ ഫസ്റ്റ് തിയറം ഓഫ് ഗ്രാഫ് തിയറി വെച്ചാൽ പ്രൂവ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൂഫ് വളരെ എളുപ്പവും പറയണമെന്ന് ആവശ്യമില്ലല്ലോ. ക്യാരക്ടറൈസേഷൻ ഓഫ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്, അതാണ് ക്യാരക്ടറൈസേഷൻ എന്ന് വെച്ചാൽ ഇഫ് ആൻഡ് ഓൾ ഇഫ് തിയറം. ബൈപാർട്ടേറ്റ് ഗ്രാഫ് വരുന്ന ഇഫ് ആൻഡ് ഓൾ ഇഫ് തിയറം എന്താ? ലെറ്റ് G be a non-empty graph with at least 2 vertices, then G is bipartite if and only if it has no odd cycles.
അതിൻ്റെ പ്രൂഫ് പഠിക്കണം. എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രാഫിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ, അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കാൻ ചോദിക്കും. അതറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിനുശേഷം വരുന്നതാണ് ട്രീസ്. ട്രീ എന്ന് വെച്ചാൽ എന്താണ്? ട്രീ എന്ന് വെച്ചാൽ എ കണക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിനെയാണ് ട്രീ എന്ന് വിളിക്കുന്നത്. ഒരു ഗ്രാഫിനെ അസൈക്ലിക് എന്ന് പറയുന്നത് അതിനകത്ത് സൈക്കിൾസ് കാണരുത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ there is one and only one path between every pair of vertices in a tree. ഒരു ട്രീക്കകത്ത് ഏത് രണ്ട് വെർട്ടക്സ് എടുത്താലും അതിനെ കണക്ട് ചെയ്യുന്ന ഒറ്റ ഒരു പാത്തേ കാണാവും. അതിൻ്റെ പ്രൂഫ് എളുപ്പമാണ്. എന്താ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ സൈക്കിളാവും. പക്ഷേ ട്രീ എന്ന് പറയുന്നത് അസൈക്ലിക്കാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഒരു തിയറമാണ്, in a graph G without any loop, there is one and only one path between every pair of vertices. Then G is a tree. വേറൊരെണ്ണമാണ്, T എന്ന് പറയുന്നത് ഒരു ട്രീ ആണ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 വെർട്ടീസസ്. അതിനകത്തെ ഒരു ലാർജസ്റ്റ് പാത്ത് എടുത്തു യു നോട്ടിൽ നിന്ന് യു എന്നിലേക്ക് എത്തുന്ന ഒരു പാത്ത്. അങ്ങനെയാണെങ്കിൽ യു നോട്ടിൻ്റെ യു എന്നിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. ജി ഒരു നോൺ എംപ്റ്റി ഗ്രാഫ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 വെർട്ടീസസ്. ദെൻ ജി ഈസ് ബൈപാർട്ടൈറ്റ് if and only it has no odd cycles. ജി എന്ന് പറഞ്ഞാൽ നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം, കുറഞ്ഞത് 2 വെർട്ടക്സ് എങ്കിലും കാണണം. ജി ബൈപാർട്ടൈറ്റ് if and only it has no odd cycle. ബൈപാർട്ടൈറ്റ് അറിയാമല്ലോ, ഇത് വെർട്ടക്സ് സെറ്റിനെ 2 പാർട്ടീഷനായിട്ട് 2 സെറ്റായിട്ട് എടുത്ത് ഓരോ സെറ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെർട്ടക്സ് തമ്മിൽ എഡ്ജ് കാണല്. എഡ്ജ് കാണുന്ന എപ്പോഴാണ്? ഏതിനാ? ഒരു വെർട്ടക്സ് സെറ്റിൽ നിന്ന് മറ്റേ വെർട്ടക്സ് സെറ്റിലേക്കുള്ള വെർട്ടക്സുകൾ തമ്മിൽ എഡ്ജ് കാണാം. അപ്പോൾ ഇവിടെ ഈ തിയറം എന്ന് പറയുന്നത് ബൈപാർട്ടേറ്റ് ആണെങ്കിൽ ഓഡ് സൈക്കിൾ കാണത്തില്ല, ഓഡ് സൈക്കിൾ കാണത്തില്ലെങ്കിൽ ബൈപാർട്ടേറ്റ്. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കാം. ജി എന്ന് പറഞ്ഞ ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫാണ്. ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണെങ്കിൽ എന്താ പറയുക, ജിയിലെ വെർട്ടക്സ് സെറ്റിനെ 2 സെറ്റായിട്ട് എഴുതാം. എക്സ് വൈ, എക്സ് യൂണിയൻ വൈ ആയിട്ട് വെർട്ടക്സ് സെറ്റ് വിനെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി ഒരു സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. വി നോട്ട് വി വൺ വി ടു എക്സെട്ര വി കെ വി നോട്ട് എന്ന് പറഞ്ഞ ഒരു സൈക്കിൾ ജിക്കകത്ത് കൺസിഡർ ചെയ്യാം. വി നോട്ട് എക്സിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പം വി നോട്ട് എക്സിലുണ്ടെങ്കിൽ വി വൺ എവിടെ ആയിരിക്കും? വൈയിലായിരിക്കും. വി ടു എവിടെ ആയിരിക്കും? എക്സിൽ. വി ത്രീ എവിടെ? വൈയിൽ. അപ്പം അത് നോക്കിയപ്പോൾ എന്ത് മനസ്സിലായേ? ഓഡ് സഫിക്സ് ഉള്ള വി വണ് വി ത്രീ വി ഫൈവ് എല്ലാം എന്തുവാ? വൈയിലാണ് ഉള്ളതെന്ന് മനസ്സിലായി. ഈവൻ നമ്പർ ഉള്ളതെല്ലാം എന്തുവാ? എക്സിലാണെന്ന് മനസ്സിലായി. ഇനി ലാസ്റ്റ് പോയിന്റ് എന്തുവാ? വി കെ വി നോട്ട് എന്നല്ലേ? അപ്പം ആ വി നോട്ട് എക്സിലുണ്ടെന്നാണ് നമ്മൾ എഴുതി. അപ്പം തീർച്ചയായിട്ടും അതിന് തൊട്ട് മുമ്പുള്ള വി കെ എവിടെ? വൈയിലാണ് ഉള്ളത്. വൈയിലെ പ്രത്യേകത എന്തോ? ഓഡ് സഫിക്സ്. അപ്പം തീർച്ചയായിട്ടും എന്താ? കെ എന്ന് പറയുന്നത് ഓഡായിരിക്കും. അപ്പം മൊത്തം എത്ര ഇത് കാണും? വി വണ് വി ത്രീ എക്സെട്ര വി കെ ഓഡാണ്. വി സീറോ വി ടു എക്സെട്ര അത് ഈവനുമാണ്. ഈവൻ എല്ലാം എക്സിലും ഓഡെല്ലാം വൈയിലുമാണ് ഉള്ളത്. ഇപ്പം കെ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സൈക്കിള് വി നോട്ട് വി വൺ വി ടു എക്സെട്ര വി കെ വി നോട്ട് എന്ന് പറയുന്നത് ഈവൻ സൈക്കിളായിരിക്കും. അപ്പോൾ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഓഡ് സൈക്കിൾ അല്ല, ഈവൻ സൈക്കിളാണ്. ഒന്നാമത്തെ കേസ് കിട്ടി. പാർട്ടിൻ്റെ ഒരു പാർട്ടിലേ പറഞ്ഞേ, അതിൻ്റെ മറ്റേ പാർട്ട് എന്താ? ഓഡ് സൈക്കിൾ ഇല്ല എങ്കിൽ ബൈപാർട്ടേറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അതുവേണ്ടി എങ്ങനെയാ? കോൺവേഴ്സ്ലി സപ്പോസ് ഓൾ സൈക്കിൾ ഇൻ ജി ആർ ഓഫ് ഈവൻ ലെങ്ത്. ജിക്കകത്ത് എല്ലാ സൈക്കിളിനും ഈവൻ ലെങ്ത് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അസ്യൂം ദാറ്റ് ജി ഈസ് കണക്റ്റഡ്.
ജി ഈസ് കണക്റ്റഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് വിക്കകത്തെ ഒരു വെർട്ടക്സിനെ V1 നമ്മൾ എടുത്തു. ലെറ്റ് V1 എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വി. എന്നിട്ട് ക്യാപിറ്റൽ V1ഉം ക്യാപിറ്റൽ V2 രണ്ട് വെർട്ടക്സ് സെറ്റുകൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. V1 ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ V എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ V സച്ച് ദാറ്റ് D ഓഫ് V1 ഈസ് ഈവൻ ആൻഡ് ക്യാപിറ്റൽ V2 ഈക്വൽ സെറ്റ് ഓഫ് ഓൾ V എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ V സച്ച് ദാറ്റ് D ഓഫ് V1 ഈസ് ഓഡ്. അതായത് നമ്മൾ V എന്ന് പറഞ്ഞ വെർട്ടക്സ് സെറ്റിലെ ഒരു വെർട്ടക്സ് എടുത്തു V1, എന്നിട്ട് രണ്ട് വെർട്ടക്സ് സെറ്റ് V1ഉം V2ഉം നമ്മൾ ഡിഫൈൻ ചെയ്യും. V1 എന്ന് വെച്ചാൽ ക്യാപിറ്റൽ V1 എന്ന് വെച്ചാൽ സ്മോൾ V1 എന്ന് പറഞ്ഞ വെർട്ടക്സിൽ ഡിസ്റ്റൻസ് ഈവൻ ആകുന്ന വെർട്ടക്സുകളുടെ കളക്ഷൻ. അതാണ് സെറ്റ് ഓഫ് ഓൾ V എലമെൻറ്റ് ഓഫ് P സച്ച് ദാറ്റ് D ഓഫ് V1 ഈസ് ഈവൻ. ഇനി ക്യാപിറ്റൽ V2 എന്ന് വെച്ചാൽ V1ഉമായിട്ട് ഓഡ് ഡിസ്റ്റൻസ് വരുന്ന വെർട്ടക്സുകളുടെ കളക്ഷൻ. അതായത് ക്യാപിറ്റൽ V2 ഈക്വൽ സെറ്റ് ഓഫ് ഓൾ V എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ V സച്ച് ദാറ്റ് D ഓഫ് V1 ഈസ് ഓഡ്. D ഓഫ് V1 എന്ന് വെച്ചാൽ എന്ത്? ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് V1 പാത്ത്. തീർച്ചയായിട്ടും V1 യൂണിയൻ V2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ V ആയിരിക്കും. V1 ഇൻ്റർസെക്ഷൻ V2 എന്ന് പറയുന്നത് MD സെറ്റും ആയിരിക്കും. Now we prove that each line of G is joined a path of V1, capital V1 to a point capital V2. അതായത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് V1 എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് V2 എന്ന് പറഞ്ഞ ഒരു സെറ്റിലേക്കായിരിക്കും എല്ലാ ലൈനും ജോയിൻ ചെയ്യുന്നത്. സപ്പോസ് 2 points small u and small v element of capital V1 are adjacent. അതായത് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുന്നത്? ബൈപാർട്ടൈറ്റ് എന്നല്ലേ? ബൈപാർട്ടൈറ്റ് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തുവാ? രണ്ട് വെർട്ടക്സ് സെറ്റുകളുണ്ട്, എഡ്ജ് ഉണ്ടെങ്കിൽ ഒരു വെർട്ടക്സ് സെറ്റിലെ വെർട്ടക്സുകൾ തമ്മിൽ ആവരുത്. ഒന്ന് ഒരു വെർട്ടക്സ് സെറ്റിലും മറ്റേത് വേറെ വെർട്ടക്സ് സെറ്റിലും ആകണം. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ എത്താൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് V1 എന്ന് പറഞ്ഞ ഒരു സെറ്റിലെ രണ്ട് വെർട്ടക്സ് യുവും വിയും അഡ്ജസൻ്റ് ആണെന്ന് സപ്പോസ് ചെയ്യും. ലെറ്റ് P ബി ദ ഷോർട്ടസ്റ്റ് V1 U പാത്ത് ഓഫ് ലെങ്ത് M ആൻഡ് Q ബി ദ ഷോർട്ടസ്റ്റ് V1 V പാത്ത് ഓഫ് ലെങ്ത് N. ഇനി യുവും വിയും V1-നകത്തെ എലമെൻറ്റ്സ് ആയതുകൊണ്ട് എമ്മും എന്നും ഈവൻ ആയിരിക്കും. ലെറ്റ് സ്മോൾ u1 ബി ദ ലാസ്റ്റ് പോയിന്റ് കോമൺ ടു P ആൻഡ് Q. പിയും Q എന്തുവാ? രണ്ട് പാത്തുകളല്ലേ. അപ്പോൾ V1-ൽ നിന്ന് യുയിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്താണ് P, V1-ൽ നിന്ന് വിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്താണ് Q. പിയുടെ ലെങ്ത് എമ്മും ക്യൂവിൻ്റെ ലെങ്ത് N എന്നുവാ നമ്മൾ എടുത്തത്. ഇനി V1-ലെ രണ്ട് എലമെൻറ്റ്സ് ആ യുവും വിയും ആയതുകൊണ്ട് എമ്മും എന്നും ഈവൻ ആയിരിക്കും. ലെറ്റ് U1 ബി ദ ലാസ്റ്റ് പോയിന്റ് കോമൺ ടു P ആൻഡ് Q. പിയും Q രണ്ട് പാത്താണ്, അതിനകത്ത് ചിലപ്പോൾ കോമൺ എലമെൻറ്റ്സ് വരാം. അങ്ങനെ കോമൺ ആയിട്ട് വരുന്നത് ലാസ്റ്റായിട്ട് കോമൺ ആയിട്ട് വരുന്നതാണ് U1 എന്ന് അസ്യൂം ചെയ്തു. ദെൻ V1 U1 പാത്ത് എലോങ് P ആൻഡ് V1 U1 പാത്ത് എലോങ് Q. അത് രണ്ടും എന്തായിരിക്കും? ബോത്ത് ഷോർട്ടസ്റ്റ് പാത്ത് ആയിരിക്കും, ഹാവിങ് സെയിം ലെങ്ത് ആയിരിക്കും. ആ സെയിം ലെങ്തിനെ I എന്ന് വിളിച്ചു. ദെൻ U1 U പാത്ത് എലോങ് P, എഡ്ജ് UV ഫോളോഡ് ബൈ VU1 along Q form a cycle of length M minus I plus N minus I plus 1 എന്ന് വെച്ചാൽ എന്താണ്?
U1 നമ്മൾ V1 U1 പാത്ത് പിയുടെയും ക്യൂവിൻ്റെ എടുത്തു. അത് ഷോർട്ടസ്റ്റ് പാത്ത് ആയതുകൊണ്ട് സെയിം ലെങ്ത് ആണ്, അതിനെ ഐ എന്ന് വിളിച്ചു. ഇനി U1 U പാത്ത് എടുത്തു, എന്നിട്ട് UV എന്ന് പറഞ്ഞ എഡ്ജ് എടുത്തു, എന്നിട്ട് VU1 എന്ന് പറഞ്ഞ അടുത്ത പാത്ത് എടുത്തു. അപ്പോൾ U1 നിന്ന് തുടങ്ങി U1 അവസാനിക്കുന്നില്ലേ, അപ്പോൾ ഒരു സൈക്കിൾ ആയിരിക്കും. അതിൻ്റെ ലെങ്ത് എങ്ങനെ ആയിരിക്കും? M-I പ്ലസ് N-I പ്ലസ് 1 ആയിരിക്കും. അതായത് എന്തോ M പ്ലസ് N-2I പ്ലസ് 1 ആയിരിക്കുമല്ലോ. M ഈവൻ ആണ്, N ഈവൻ ആണ്. അങ്ങനെയാണെങ്കിൽ M പ്ലസ് N ഈവൻ ആണ്. അങ്ങനെയാണെങ്കിൽ M പ്ലസ് N-2I ഈവൻ ആയിരിക്കും. അതേ പ്ലസ് 1 ചെയ്താലോ ഓഡായിരിക്കും. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്ത് എന്തോ എല്ലാ സൈക്കിളും ഈവൻ ആണെന്നല്ലേ. അപ്പം V1 രണ്ട് പോയിൻറ്റ്സ് അഡ്ജസൻ്റ് ആവത്തില്ല. സിമിലർലി V2 രണ്ട് പോയിൻറ്റ്സ് അഡ്ജസൻ്റ് ആവത്തില്ല. അതുകൊണ്ട് G ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആയിരിക്കും. പിന്നെ കെയ്ലീസ് തിയറം, ടെക്സ്റ്റിനകത്ത് കെയ്ലീസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ട്. കെയ്ലീസ് തിയറം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫിന് N⁻² സ്പാനിങ് സബ് ഗ്രാഫ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ തിയറത്തിനെ വിളിക്കുന്ന പേരാണ് കെയ്ലീസ് തിയറം. റെഗുലർ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഗ്രാഫിനകത്തെ എല്ലാ വെർട്ടക്സിൻ്റെയും ഡിഗ്രി ഒരു പർട്ടിക്കുലർ നമ്പർ k ആണെങ്കിൽ നമ്മളതിനെ k റെഗുലർ എന്ന് വിളിക്കുന്നു. 3 റെഗുലർ ഗ്രാഫിനെയാണ് ക്യൂബിക് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഇനി kn എന്ന് പറയുന്നത് എപ്പോഴും n-1 റെഗുലർ ആയിരിക്കും. ഇനി കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് kNn എന്ന് പറയുന്നത് n റെഗുലർ ആയിരിക്കും. ഇനി സബ് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അപ്പോൾ ഒരു ഗ്രാഫുണ്ട്, വേറൊരു ഗ്രാഫുണ്ട്, ഒന്നിൻ്റെ സബ് ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴാണ്? വെർട്ടക്സ് സെറ്റുകൾ സബ് ഗ്രാഫുകളായിരിക്കും, എഡ്ജസ് സെറ്റുകൾ സബ് സെറ്റുകളായിരിക്കും. അതായത് ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജിയുടെ സബ് ഗ്രാഫ് എന്ന് പറയും എപ്പോഴാ? V of H subset of V of G and E of H subset of E of G. ഇനി V of H നോട്ട് ഈക്വൽ ടു V of G യും E of H നോട്ട് ഈക്വൽ ടു E of G ആണെങ്കിൽ അത് പ്രോപ്പർ സബ് ഗ്രാഫ് എന്ന് പറയും. ഇനി സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് വെച്ചാൽ അതിൻ്റെ വെർട്ടക്സ് സെറ്റുകൾ ഈക്വൽ ആയിരിക്കും. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ്, ഓരോ ഗ്രാഫിൻ്റെ എക്സാമ്പിൾസ് പഠിക്കണേ. പിന്നെന്തുവാ, ഓരോ ഗ്രാഫും അതിനോട് തന്നെ അതിൻ്റെ തന്നെ സബ് ഗ്രാഫ് ആയിരിക്കും. പിന്നെന്തുവാ, സിംഗിൾ വെർട്ടക്സ് മാത്രമുള്ളത് എല്ലാ ഗ്രാഫിൻ്റെയും സബ് ഗ്രാഫ് ആയിരിക്കും. പിന്നെ യൂണിയൻ ഓഫ് ടു ഗ്രാഫ്സ്. യൂണിയൻ ഓഫ് ടു ഗ്രാഫ്സ് എന്ന് വെച്ചാൽ എന്തുവാ? വെർട്ടക്സുകൾ, രണ്ട് ഗ്രാഫിൻ്റെ വെർട്ടക്സുകൾ ജോയിൻ ചെയ്യണം, പിന്നെ എഡ്ജസ് ഉള്ളതെല്ലാം വരയ്ക്കുക. അതാണ് യൂണിയൻ. Given two subgraphs G1 and G2. The union G1 union G2 is the subgraph G with vertex set consisting of all those which are either in G1 or in G2 and edge set consist of all either in G1 or in G2. അതാണ് യൂണിയൻ. ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ എന്താ? V of G1 ഇൻ്റർസെക്ഷൻ G2 എന്ന് പറയുന്നത് V of G1 ഇൻ്റർസെക്ഷൻ V of G2. E of G1 ഇൻ്റർസെക്ഷൻ G2 എന്ന് വെച്ചാൽ E of G1 ഇൻ്റർസെക്ഷൻ E of G2 ആയിരിക്കും. രണ്ട് ഗ്രാഫ് വന്നിട്ട് യൂണിയനും ഇൻ്റർസെക്ഷനും ഒക്കെ വരയ്ക്കാൻ ചോദിക്കും. ഇനി ഒരു ഗ്രാഫ് അതിൻ്റെ കോംപ്ലിമെൻറ്റിനോട് ഐസോമോർഫിക് ആണെങ്കിൽ അതിനെയാണ് സെൽഫ് കോംപ്ലിമെൻ്റ് എന്ന് വിളിക്കുന്നത്. കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്തുവാ? വെർട്ടക്സ് സെറ്റുകൾ സെയിം ആയിരിക്കും, ഒരിടത്ത് എഡ്ജ് ഉണ്ടെങ്കിൽ മറ്റേതിനകത്ത് എഡ്ജ് കാണരുത്, എഡ്ജ് ഇല്ല എങ്കിൽ എഡ്ജ് അപ്പുറത്ത് വേണം താനും. അതാണ് കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ. ഇനി രണ്ട് ഗ്രാഫ് വന്നിട്ട് അത് ഐസോമോർഫിക് ആണോ എന്നൊക്കെ ചോദിക്കും, അത് സെൽഫ് കോംപ്ലിമെൻ്റ് ആണോ എന്ന് ചോദിക്കും. സ്റ്റാർ ഗ്രാഫ് എന്ന് വെച്ചാൽ നമ്മുടെ പെൻഡഗണൽ ഷേപ്പ് സ്റ്റാർ അല്ലേ,
അതും പെൻറ്റഗണിനോട് ഐസോമോർഫിക് അല്ലേ? അപ്പോൾ അതൊരു സെൽഫ് കോംപ്ലിമെൻ്ററിയുടെ എക്സാമ്പിളാണ്. ഓഫ് എ ഗ്രാഫ് എന്ന് വെച്ചാൽ G1ഉം G2ഉം രണ്ട് ഗ്രാഫ്സ് വിത്ത് നോ വെർട്ടീസസ് കോമൺ. The join of G1 and G2 is denoted by G1 plus G2 and it is a graph with vertex set V equal V of G1 union V of G2 and the edge set E equal E of G1 union E of G2 union J, where J consisting of edges which join every vertex of G1 to every vertex of G2. അപ്പോൾ രണ്ട് ഗ്രാഫ് G1ഉം G2ഉം തന്നിട്ട് അതിൻ്റെ ജോയിൻ വരയ്ക്കാൻ ചോദിക്കാം. ഇനി ജോയിൻ ഓഫ് കെ എം ആൻഡ് കെ എൻ ഈസ് കെ എം എൻ ആയിരിക്കും. പിന്നെ ഞാൻ ഒരെണ്ണം ഉണ്ടല്ലോ, ഒരു പടം തന്നില്ലായിരുന്നല്ലോ, ജി സെൽഫ് കോംപ്ലിമെൻ്ററി വിത്ത് എൻ വെർട്ടക്സ് ആണെങ്കിൽ എൻ എന്ന് പറയുന്നത് ഒന്നുകിൽ 40 അല്ലെങ്കിൽ 40+1. അത് പഠിച്ചോ. ജി എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ജി സ്ക്വയർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ജി സ്ക്വയർ എന്ന് വെച്ചാൽ ജിയുടെ വെർട്ടക്സ് സെറ്റ് അതുപോലെ വരയ്ക്കുക. എന്നിട്ട് ജിക്കകത്തെ എഡ്ജസ് നോക്കുക. അതിനകത്തെ എഡ്ജസിൻ്റെ ആ ഡിസ്റ്റൻസ്, വെർട്ടക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 അല്ലെങ്കിൽ ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം അഥവാ CPP എന്ന് വെച്ചാൽ ചൈനീസ് മാത്തമാറ്റീഷ്യൻ കുവാൻ KUAN എന്ന് പറഞ്ഞ ആളാണ് ഈ പ്രോബ്ലം കണ്ടുപിടിച്ചത്. ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം ഒരു പോസ്റ്റ്മാൻ്റെ പ്രോബ്ലമാണ്. എന്നുവെച്ചാൽ ഒരു പോസ്റ്റ്മാന് ഓരോ വീട്ടിലും ലെറ്റർ എത്തിക്കുന്നതിന് മുമ്പ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലെറ്റേഴ്സ് എല്ലാം പിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഓരോ വഴിയിൽ കൂടെ പോയി ഓരോ വീട്ടിലും ലെറ്റർ ഡെലിവറി ചെയ്യുന്നു. എന്നിട്ട് ബാക്കി വരുന്ന ലെറ്റർ പോസ്റ്റ് ഓഫീസിൽ റിട്ടേൺ ചെയ്യും. അപ്പോൾ പുള്ളി പോകുമ്പോൾ പുള്ളിക്ക് കൺസർവ് എനർജിയാണ്. അതിനു വേണ്ടി എവരി പോസ്റ്റ്മാൻ വുഡ് ലൈക്ക് ടു കവർ ഹിസ് റൂട്ട് വിത്ത് ഓൾ ലിറ്റിൽ വാക്കിംഗ് ആസ് പോസിബിൾ. കുറച്ച് നടന്ന് കൂടുതൽ എത്തുക എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അപ്പം ദ പോസ്റ്റ്മാൻ പ്രോബ്ലം ഈസ് ഹൗ ടു കവർ all the streets in the route and return back to the starting point with as little traveling as possible. It is usually referred to as Chinese postman problem. എന്ന് വെച്ചാൽ ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം സിമ്പിളായിട്ട് പറഞ്ഞാൽ കുറച്ച് നടന്ന് കൂടുതൽ വീടുകളെത്തി ലെറ്റർ കൊടുക്കുക. അതാണ് നോൺ ഗ്രാഫ് ടേംസ്. ഇനി ഗ്രാഫിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ വി കൺസ്ട്രക്ട് എ വെയ്റ്റഡ് ഗ്രാഫ് ജി വെയർ ഈച്ച് എഡ്ജ് റെപ്രസെൻറ്റ് എ സ്ട്രീറ്റ് ഇൻ ദ പോസ്റ്റ്മാൻസ് റൂട്ട്. ഈച്ച് വെർട്ടെക്സ് റെപ്രസെൻറ്റ് എ ജംഗ്ഷൻ ഓഫ് സ്ട്രീറ്റ്സ്. ദ വെയ്റ്റ് അസൈൻഡ് ടു ഈച്ച് എഡ്ജ് റെപ്രസെൻറ്റ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രീറ്റ് ബിറ്റ്വീൻ ജംഗ്ഷൻസ്. എന്നിട്ട് if we define the weight of a tour V0, E1, V1, E2, etc. En V0 in G as sum of weights of the edges. ഇപ്പോൾ ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് ഓരോ എഡ്ജസിൻ്റെയും വെയ്റ്റിൻ്റെ സം ആയിരിക്കും. വെയ്റ്റ് എന്ന് വെച്ചാൽ എന്തുവാന്നാണ് പറഞ്ഞേ? ലെങ്ത് ഓഫ് ദ സ്ട്രീറ്റ് ബിറ്റ്വീൻ ജംഗ്ഷൻസ് ആണ്. In Chinese postman problem is just that finding a tour of minimum weight in a weighted connected graph with non-negative weights. അപ്പം ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം എ പാർട്ട് ചോദിക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് പറയുന്നത് ദ ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം ഈസ് ജസ്റ്റ് ദാറ്റ് ഓഫ് ഫൈൻഡിങ് എ ടൂർ ഓഫ് മിനിമം വെയ്റ്റ് in a weighted connected graph with non-negative weights.
അപ്പം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഓയിലറാണ്. എനി ഓയിലർ ടൂർ ഓഫ് ജി ഈസ് എ ടൂർ ഓഫ് മിനിമം വെയ്റ്റ്. അപ്പോൾ അതാണ് ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം. ക്കാൻ ചാൻസ് ഉള്ള വേറൊരു തിയറമാണ് ആൻ എഡ്ജ് ഇ ഓഫ് എ ഗ്രാഫ് ജി ഈസ് എ ബ്രിഡ്ജ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എനി സൈക്കിൾ ഇൻ ജി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലെറ്റ് ജി ബി എ കണക്റ്റഡ് ഗ്രാഫ് ജി ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി എഡ്ജ് ഓഫ് ജി ഈസ് എ ബ്രിഡ്ജ്. പിന്നെ ഒരു ഇക്വലൻ്റ് കണ്ടീഷൻ വരുന്ന ഒരെണ്ണമുണ്ടല്ലോ, അതും പഠിച്ചോണം. ജി ഒരു ഗ്രാഫാണ് വിത്ത് എൻ വെർട്ടീസസ്, ദെൻ ദ ഫോളോയിങ് ആർ ഇക്വലൻ്റ്. ജി ഈസ് എ ട്രീ, ജി ഈസ് എ അസൈക്ലിക് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ്, ജി ഈസ് കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ് എന്ന് പറയുന്നത്. പിന്നെ സ്പാനിങ് ട്രീ, സ്പാനിങ് സബ് ഗ്രാഫ്, സ്പാനിങ് ട്രീ, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. എ ഗ്രാഫ് ജി ഈസ് കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ സ്പാനിങ് ട്രീ, അതിൻ്റെ പ്രൂഫ് പഠിക്കണം. പിന്നെ നോട്ടായിട്ടൊരു കാര്യം എ പാർട്ടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എ കംപ്ലീറ്റ് ഗ്രാഫ് കെ എന്നിന് n⁻² സ്പാനിങ് ട്രീസ് കാണും. എന്താ കംപ്ലീറ്റ് ഗ്രാഫ് കെ എന്നിന് n⁻² ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് കാണും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു തിയറമാണ് ഇഫ് ടി ഈസ് എ ട്രീ വിത്ത് n വെർട്ടീസസ് ദെൻ ഇറ്റ് ഹാസ് പ്രിസൈസ്ലി n-1 എഡ്ജസ്. ഒരു ട്രീക്ക് n വെർട്ടീസസ് ആണെങ്കിൽ അതിന് n-1 എഡ്ജസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രൂഫ് ഇൻഡക്ഷൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ n=1 എന്ന് വെച്ചാൽ ഒറ്റ വെർട്ടക്സേ ഉള്ളൂ, ലൂപ്പ് ഇല്ലാത്തതുകൊണ്ട് എഡ്ജസ് ഇല്ല. അപ്പോൾ n-1 0 ആണ്. അപ്പോൾ n=1 ട്രൂ ആണ്. അടുത്തത് കെയ്ക്ക് അസ്യൂം ചെയ്യുക ട്രൂ ആണെന്ന്, k+1 പ്രൂവ് ചെയ്യുക ട്രൂ ആണെന്ന്. അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന പ്രൂഫേ ഉള്ളൂ, അത് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിഡ്ജ് അഥവാ കട്ട് എഡ്ജ് എന്ന് വെച്ചാൽ എന്താ? ആൻ എഡ്ജ് ഇ ഓഫ് എ ഗ്രാഫ് ജി ഈസ് കോൾഡ് ബ്രിഡ്ജ് ഓർ കട്ട് എഡ്ജ് ഇഫ് ദ ഗ്രാഫ് ജി മൈനസ് ഇ ഹാസ് മോർ കണക്റ്റഡ് കമ്പോണൻസ് ദാൻ ജി. വിറ്റ്നീസ് തിയറം പഠിക്കാനുണ്ടെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വിറ്റ്നീസ് തിയറം എന്ന് പറഞ്ഞ് ചോദിക്കും. നേരത്തെ പഴയ സിലബസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അത് പുതിയ സിലബസിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാരണം സിലബസ് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ അത് പഠിക്കണം. പിന്നെ ഓയിലർ ഗ്രാഫ്, ഓയിലർ ടൂറ്, ഹാമിൽട്ടോണിയൻ സൈക്കിൾ, ഹാമിൽട്ടോണിയൻ ഗ്രാഫ്, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് പഠിക്കണം. ഒരു ട്രെയിലിനെ ഓയിലർ ട്രെയിൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? അതിനകത്ത് എല്ലാ എഡ്ജസും ഉണ്ടെങ്കിൽ. ടൂർ എന്ന് പറയുന്നത് എന്താ? ക്ലോസ്ഡ് വോക്ക് ഇൻ വിച്ച് എവരി എഡ്ജ് ഒറ്റ പ്രാവശ്യമെങ്കിലും വരണം. ഓയിലർ ടൂർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടൂർ ഇൻ വിച്ച് എല്ലാ എഡ്ജും ഒറ്റ പ്രാവശ്യമേ വരാകൂ. ഒരു ഗ്രാഫിനെ ഓയിലേറിയൻ ഗ്രാഫ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? അതിനകത്തൊരു ഓയിലർ ടൂർ ഉണ്ടെങ്കിൽ. പിന്നെ എക്സാമ്പിൾ ഓഫ് ഓയിലർ ഗ്രാഫ്, എക്സാമ്പിൾ ഓഫ് നോൺ ഓയിലർ ഗ്രാഫ്. നോൺ ഓയിലർ ഗ്രാഫിൻ്റെ എക്സാമ്പിളാണ് കോണിക്സ്ബ്രിഡ്ജ് പ്രോബ്ലവും പീറ്റേഴ്സൺ ഗ്രാഫ്. പിന്നെ ക്യാരക്ടറൈസേഷൻ ഓഫ് ഓയിലർ ഗ്രാഫ് എന്ന് വെച്ചാൽ തിയറം ഏതാ? എ കണക്റ്റഡ് ഗ്രാഫ് ജി ഈസ് ഓയിലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് ഈസ് ഈവൻ. അങ്ങനെ കുറേ തിയറംസ് ഉണ്ട്. പിന്നാണ് ഏത് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഹാമിൽട്ടോണിയൻ പാത്ത് എന്താണ്? ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് വെച്ചാൽ പാത്ത് വിച്ച് കണ്ടെയ്ൻസ് എവരി വെർട്ടെക്സ്. അത് സൈക്കിൾ ആകുമ്പം ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് വിളിക്കും. ഒരു ഗ്രാഫിനെ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ഇറ്റ് ഹാസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. പിന്നെ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്, നോൺ ഹാമിൽട്ടൺ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും, അതിൻ്റെ എക്സാമ്പിൾ പഠിക്കണം. പിന്നെ എല്ലാ ഹാമിൽട്ടോണിയൻ ഗ്രാഫും ടു കണക്റ്റഡ് ആണ്. പിന്നെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡിറാക്സ് തിയറം, അതുണ്ടോയെന്ന് അറിയത്തില്ല, ഉണ്ടെങ്കിൽ അത് പഠിക്കണം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡിറാക്സ് തിയറം.
പിന്നെ ഒരു ഗ്രാഫിൻ്റെ ക്ലോഷർ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാഫ് വന്നിട്ട് അതിൻ്റെ റേഡിയസും ഡയമീറ്ററും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സെൻട്രിസിറ്റി കാണണം, ഇ ഓഫ് വി. അപ്പം നമുക്ക് ഇപ്പം 4 വെർട്ടെക്സ് തന്നിട്ടുള്ള ഒരു ഗ്രാഫാണ് V1, V2, V3, V4. അപ്പം നമ്മൾ ഇ ഓഫ് V1 എന്ന് വെച്ചാൽ എന്ത് നോക്കുന്നതെന്നറിയോ? V1-ൽ നിന്ന് V2-ലേക്കുള്ള ഡിസ്റ്റൻസ്, V1-ൽ നിന്ന് V3-ലേക്കുള്ള ഡിസ്റ്റൻസ്, V1-ൽ നിന്ന് V4-ലേക്കുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ മാക്സിമം ഏതാണോ അതാണ് ഇ ഓഫ് V1. ഇനി ഇ ഓഫ് V2 എന്ന് വെച്ചാൽ എന്തുവാ? V2-ൽ നിന്ന് V1-ലേക്കുള്ള ഡിസ്റ്റൻസ്, V2-ൽ നിന്ന് V3-ലേക്കുള്ള ഡിസ്റ്റൻസ്, V2-ൽ നിന്ന് V4-ലേക്കുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ മാക്സിമം ഏതാണോ അതാണ് ഇ ഓഫ് V2. അപ്പോൾ എക്സെൻട്രിസിറ്റി ഇ ഓഫ് V1, ഇ ഓഫ് V2 കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? അങ്ങനെ ഓരോ വെർട്ടെക്സിൻ്റെയും കണ്ടുപിടിച്ചിട്ട് ആ കണ്ടുപിടിച്ചതിൻ്റെ മിനിമം ആയിരിക്കും റേഡിയസ്, ആ കണ്ടുപിടിച്ചതിൻ്റെ മാക്സിമം ആയിരിക്കും ഡയമീറ്റർ. മനസ്സിലായോ?